പൗലോസിനെതിരെയുള്ള ഈ വാദങ്ങൾ വെറുതെയുണ്ടായതല്ല. ഇതിന് സഭാചരിത്രത്തിന്റെ ആരംഭത്തോളം പഴക്കമുള്ള ചില വേരുകളുണ്ട്. നിങ്ങൾ ചോദിച്ചതുപോലെ ഈ വാദങ്ങളെ ബലപ്പെടുത്തുന്ന പുരാതന ഗ്രന്ഥങ്ങളും യേശുവിന്റെ ഭാഷാപരമായ പ്രത്യേകതകളും നമുക്ക് പരിശോധിക്കാം. 1. പൗലോസിനെതിരെയുള്ള പുരാതന ഗ്രന്ഥങ്ങൾ. ആദിമ നൂറ്റാണ്ടുകളിൽ തന്നെ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെയും പഠിപ്പിക്കലുകളെയും ചോദ്യം ചെയ്തിരുന്ന ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അവരുടെ ഗ്രന്ഥങ്ങളിൽ പൗലോസിനെ ഒരു ശത്രുവായിട്ടാണ് പലപ്പോഴും ചിത്രീകരിച്ചിരിക്കുന്നത്. കെറിഗ്മത പെട്രോ, പത്രോസിന്റെ പ്രസംഗങ്ങൾ എന്നറിയപ്പെടുന്ന ഈ പുരാതന രേഖകളിൽ ഇത് ക്ലെമന്റൈൻ ഹോംലീസിന്റെ ഭാഗമാണ്. പൗലോസിനെ പേരെടുത്തു പറയാതെ ശത്രുവായ മനുഷ്യൻ, ദി എനമി മാൻ എന്ന് വിശേഷിപ്പിക്കുന്നു. യേശുവിന്റെ നിയമങ്ങളെ പൗലോസ് അട്ടിമറിച്ചു എന്ന് ഇവർ വാദിച്ചു. ഏബിയോനൈറ്റ് സുവിശേഷം, ഗോസ്പൽ ഓഫ് ദി ഏബിയനൈറ്റ്സ്. യേശുവിന്റെ മാനുഷിക വശത്തിന് പ്രാധാന്യം നൽകിയിരുന്ന ഇവർ പൗലോസിനെ ഒരു വിശ്വാസത്യാഗിയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. പൗലോസ് യഹൂദ നിയമങ്ങൾ ഉപേക്ഷിക്കാൻ പഠിപ്പിച്ചത് വലിയ തെറ്റായി ഇവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സീഡോ ക്ലെമന്റൈൻ സാഹിത്യം, സ്യൂഡോ ക്ലെമന്റൈൻ ലിറ്ററേച്ചർ. ഇതിൽ പത്രോസും ഷിമ്യോൻ മാന്ത്രികനും സൈമൺ മാഗസ് തമ്മിലുള്ള തർക്കങ്ങൾ വിവരിക്കുന്നുണ്ട്. പല പണ്ഡിതന്മാരും കരുതുന്നത് ഇതിലെ ഷിമ്യോൻ മാന്ത്രികൻ എന്നത് യഥാർത്ഥത്തിൽ പൗലോസിനെ ഉദ്ദേശിച്ചുള്ള ഒരു രഹസ്യനാമം, കോഡ്നെയിം ആണെന്നാണ്. 2. യേശുവിന്റെ ഭാഷയും അർത്ഥതലങ്ങളും. അരാമിക് പശ്ചാത്തലം. യേശു സംസാരിച്ചിരുന്നത് അരാമൈക് ഭാഷയിലായിരുന്നു. മത്തായി രാവിലെ 7 മണി കഴിഞ്ഞ് 15 മിനിറ്റിലെ ചെന്നായ്ക്കൾ എന്ന പ്രയോഗം ആ ഭാഷാപരമായ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ ചില രസകരമായ കാര്യങ്ങൾ കാണാം. ചെന്നായ വുൾഫ്. അരാമിക് സംസ്കാരത്തിൽ ചെന്നായ എന്നത് ആടുകളെ, വിശ്വാസികളെ ചിതറിക്കുന്നവനെ സൂചിപ്പിക്കുന്നു. പൗലോസ് അപ്പോസ്തലനാകുന്നതിനു മുൻപ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന കാലത്ത് സഭയെ നശിപ്പിക്കുകയായിരുന്നു. ലൂക്കോസ് ഇത് വിവരിക്കാൻ ഉപയോഗിച്ച വാക്ക് ചെന്നായയുടെ ആക്രമണത്തിന് സമാനമാണ്. വിമർശകർ പറയുന്നത് പൗലോസ് വേഷം മാറിയാണെങ്കിലും പഴയ അതേ ചെന്നായ സ്വഭാവം സഭയെ വഴിതെറ്റിക്കുക വഴി തുടർന്നുവെന്നാണ്. ഫലങ്ങളാൽ തിരിച്ചറിയാം, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ അറിയാം എന്നതിലെ ഫലം, ഫ്രൂറ്റ് എന്നതിന് അരാമിക് ചിന്താഗതിയിൽ ഒരാളുടെ പ്രവൃത്തിയോ നിയമത്തോടുള്ള അനുസരണമോ എന്നാണ് അർത്ഥം. പൗലോസ് വിശ്വാസം, ഫെയ്ത്ത് എന്ന ആശയത്തിന് ഊന്നൽ നൽകുകയും നിയമത്തെ തള്ളിക്കളയുകയും ചെയ്തത് യേശു പറഞ്ഞ ഫലങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വിമർശകർ വാദിക്കുന്നു. വ്യാജപ്രവാചകൻ, ഫാൾസ് പ്രൊഫറ്റ്. അരാമിക്കിൽ ഇത് നബിയ കദാബ എന്നു വരാം. ഇത് കേവലം ഭാവി പറയുന്നവരെയല്ല, മറിച്ച് ദൈവത്തിന്റെ പേരിൽ തെറ്റായ ഉപദേശങ്ങൾ, ഡോക്ട്രിൻ നൽകുന്നവരെയാണ് സൂചിപ്പിക്കുന്നത്. 3. വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഇടങ്ങൾ. യേശുവിന്റെയും പൗലോസിന്റെയും വാക്കുകൾ തമ്മിലുള്ള പ്രധാന വൈരുദ്ധ്യങ്ങൾ വിമർശകർ ഇപ്രകാരം നിരത്തുന്നു. വിഷയം: യേശു പറഞ്ഞത്, പൗലോസ് പറഞ്ഞത്. നിയമം, ടോറ. നിയമത്തിലെ ഒരു പുള്ളി പോലും മാറില്ല. മത്തായി പുലർച്ചെ 5 മണി കഴിഞ്ഞ് 18 മിനിറ്റ്. ക്രിസ്തു നിയമത്തിന്റെ അവസാനമാണ്. റോമർ അനുപാതം 10:4. രക്ഷ, കൽപ്പനകൾ പ്രമാണിക്കുക. മത്തായി രാത്രി 7 മണി കഴിഞ്ഞ് 17 മിനിറ്റ്. പ്രവൃത്തികളാലല്ല, വിശ്വാസത്താലാണ് രക്ഷ. എഫെസ്യർ അനുപാതം 2:8-9. ഭക്ഷണം, ഭക്ഷിക്കുന്നത് മനുഷ്യനെ അശുദ്ധനാക്കില്ല. മർക്കോസ് രാവിലെ 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചത് കഴിക്കുന്നതിൽ തെറ്റില്ല, ചില സാഹചര്യങ്ങളിൽ. 1 കൊരിന്ത്യർ 8. ഈ വൈരുദ്ധ്യങ്ങളാണ് മത്തായി രാവിലെ 7 മണി കഴിഞ്ഞ് 15 മിനിറ്റിലെ പ്രവചനം പൗലോസിനെക്കുറിച്ചാണെന്ന് വാദിക്കുന്നവർക്ക് ആയുധമാകുന്നത്. പൗലോസ് യേശുവിന്റെ ലളിതമായ സന്ദേശത്തെ ഗ്രീക്ക് തത്വശാസ്ത്രവുമായി കൂട്ടിക്കലർത്തി സങ്കീർണമാക്കി എന്നാണ് ഇവരുടെ ആക്ഷേപം. പൗലോസിന്റെ പഠിപ്പിക്കലുകൾ എങ്ങനെയാണ് ആധുനിക ക്രിസ്തുമതത്തിന്റെ അടിസ്ഥാനമായത് എന്ന് പരിശോധിക്കണോ, അതോ പൗലോസ് ഇതിനെതിരെ നൽകിയ മറുവാദങ്ങൾ, ലേഖനങ്ങളിലെ പ്രതിരോധങ്ങൾ നോക്കണോ?